السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. നീതിമാനായ സാക്ഷി അല്ലെങ്കിൽ സത്യസന്ധനായ സാക്ഷിയും അല്ലാഹു തആലയുടെ വചനവും. അശ്ശുഹദാഇൽ ഉദൂൽ, നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ അല്ലെങ്കിൽ സത്യസന്ധരായ രണ്ട് ആളുകളെ തെളിവാക്കി എടുത്തുകൊള്ളുക. വിശ്വാസികളായിരിക്കണം, മുസ്ലിം ആയിരിക്കണം. 65-ാമത്തെ സൂറത്ത് 2-ാമത്തെ ആയത്ത്. നിങ്ങൾ സാക്ഷികളുമായി താദാത്മ്യത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ആ സാക്ഷി സ്വീകരിക്കുക. 2-ാമത്തെ സൂറത്ത് 282-ാമത്തെ ആയത്ത്. വഖൗലില്ലാഹി തആല വഅശ്ഹിദൂ ദഅദിലിം മിൻകും അത്വലാഖ് 2 وممن ترضون من الشهداء അൽ-ബഖറ 282. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകൾക്കിടയിൽ വിധി പറഞ്ഞിരുന്നത് വഹീൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരുന്നു മിക്കവാറും. അല്ലെങ്കിൽ റസൂൽ പറയുന്നു, അതിൽ തെറ്റുണ്ടെങ്കിൽ അപ്പം തന്നെ വഹി ഒന്ന് തിരുത്തും, അതല്ലെങ്കിൽ വഹി വരുമ്പോൾ റസൂൽ വിധി പറയും. അപ്പോൾ എങ്ങനെയായാലും അള്ളാഹുവിൻ്റെ വിധിയാണ്, അപ്പോൾ ആളുകൾക്ക് സംശയമില്ല. പക്ഷേ റസൂലിൻ്റെ കാലശേഷം വഹി ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ശരിയാണോ ഇല്ലയോ, വിധി പറഞ്ഞു, അത് ശരിയാണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് തെളിവ് എന്തൊക്കെയാണോ ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറയുക. അതാണ് ഇപ്പോഴുള്ള കോടതി സിസ്റ്റത്തിൻ്റെ നിയമം. അങ്ങനെ തന്നെയാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറയുക. അത് നിങ്ങൾ പരസ്യമായി പ്രാവർത്തികമാക്കുക. അങ്ങനെ നമുക്ക് വിശ്വസിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യാം. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആരാണോ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണുന്ന രീതിയിൽ പൊളിച്ചു വെച്ച് നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ചെയ്യുന്ന ആളെ നമുക്ക് ചിലപ്പോൾ കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. പരസ്യമായി നന്മകൾ കൂടുതൽ ചെയ്യുന്ന ആൾ, നമ്മളുടെ മുമ്പിൽ ചെയ്യുന്ന ആളെ എന്താണോ പറയുന്ന അയാളെ വിശ്വസിക്കുകയും അയാളെ അനുകൂലിക്കുകയും ചെയ്യണം. അവൻ രഹസ്യമായി എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കാൻ പോവുകയില്ല, അവനോട് അത് ചോദിക്കുകയും ഇല്ല. കാരണം ആ കാര്യത്തിൽ അള്ളാഹു പിന്നീട് വിധി പറയുന്നതാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കരുത് പരസ്യമായി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ചീത്ത പ്രവർത്തികൾ ചെയ്യുകയും എന്നിട്ട് പറയുകയും ചെയ്യാണ്, അത് ഞാൻ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ രഹസ്യമായി ഞാൻ 100 റക്അത്ത് നിസ്കരിക്കാറുണ്ട് രാത്രി എന്നൊക്കെ പറഞ്ഞാൽ അത് പോരാ. പരസ്യമായി ആൾ നല്ല ആളായിരിക്കണം, രഹസ്യമായി എങ്ങനെയായാലും കുഴപ്പമില്ല. സമയത്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂലു ഇന്ന ഉനാസൻ കാനു യുഖദൂന ബിൽ വഹ്യി ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്നൽ വഹ്യി ഖദ് ഇൻഖതാ വ ഇന്നമാ നഖുദുകും ആന ബിമാ ളഹറ ലനാ മിൻ അഅമാലികും ഫമൻ അൾഹറ ലനാ ഖൈറൻ അമിന്നാഹു വഖറബ്നാഹു വലൈസ ഇലൈന മിൻ സരീറത്തി ഷൈഉൻ അല്ലാഹു യുഹാസിബു ഫീ സരീറത്തി വമൻ അൾഹറ ലനാ സൂഅൻ ലം നഅ്മൻഹു വലം നുസദ്ദിഖ്ഹു വഇൻ ഖാല ഇന്ന സരീറതഹു ഹസനത്തുൻ. ഒരാളുടെ ചീത്ത പ്രവൃത്തിയോ അല്ലെങ്കിൽ നല്ല പ്രവൃത്തിയോ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര സാക്ഷികളെയാണ് വേണ്ടത്? തദീലി കം യജൂസ്. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൂടി ഒരു ജനാസ കൊണ്ടുപോയി, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുപോകുന്നു. ആളുകൾ ആ മരിച്ച ആളെപ്പറ്റി നല്ലത് പറയാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഉറപ്പിച്ചിരിക്കുന്നു, അതായത് നിങ്ങൾ നല്ലത് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, അവൻ സ്വർഗത്തിലാണ്. വേറൊരു ജനാസ അല്ലെങ്കിൽ മയ്യത്ത് അതിലൂടെ പോയി, അപ്പോൾ ആളുകൾ അയാളെപ്പറ്റി ചീത്ത പറയാൻ തുടങ്ങി, അയാൾ ശരിയല്ലായിരുന്നു, ഇങ്ങനെയാണെന്നൊക്കെയുള്ള. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതും ഉറപ്പിച്ചിരിക്കുന്നു, അതായത് അവൻ ചീത്തയായിരുന്നു, അവന് നരകം കിട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ, രണ്ടിനും അത് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് ആളുകളുടെ സാക്ഷ്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കാരണം വിശ്വാസികൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സാക്ഷികളാകുന്നു ഭൂമിയിൽ. അപ്പോൾ അവർ പറയുന്നതാണ് സാക്ഷിത്വം. അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് മുസ്ലിങ്ങളെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ സാക്ഷികളായിക്കൂടാ എന്നുള്ള രീതിയിൽ. അനസ് റളിയല്ലാഹു അൻഹു ഖാല മുറ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ ജനാസത്തിൻ ഫഅസ്നവ അലൈഹാ ഖൈറൻ ഫഖാല വജബത് ثم മുറ ബിഉഖ്റാ ഫഅസ്നവ അലൈഹാ ശർറൻ ഔ ഖാല ഗൈറ ذلك ഫഖാല വജബത് ഫഖീല യാ റസൂലുള്ളാഹ് ഖുൽത ലിഹാദാ വജബത് വലിഹാദാ വജബത് ഖാല ഷഹാദത്തുൽ ഖൗമിൽ മുഅ്മിനൂന ശുഹദാഉല്ലാഹി ഫിൽ അർദ്. അപ്പോൾ മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ സാക്ഷികളാകുന്നു.
അബുൽ അസ്വദ് വിശദീകരിക്കുന്നു, ഒരിക്കൽ അദ്ദേഹം അൽ മദീനയിലേക്ക് പോയി. ആ സമയത്ത് അവിടെ എന്തോ രോഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു, പകർച്ചവ്യാധി. ആളുകൾ വളരെയധികം പേര് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉമർ റളിയല്ലാഹുവിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജനാസ അതിലൂടെ പോയി. ആളുകൾ ആ മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞു. ഉമർ പറഞ്ഞു അത് ഉറപ്പിച്ചിരിക്കുന്നു, അവന് സ്വർഗമാണ് എന്ന്. പിന്നീട് ഒരു ജനാസ അതിലൂടെ പോയി. അപ്പോൾ ആളുകൾ ആ മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞു, സ്തുതിച്ചു. ഉമർ പറഞ്ഞു അത് ഉറപ്പിച്ചിരിക്കുന്നു, അവന് സ്വർഗമാണ്. മൂന്നാമതൊരു മയ്യത്തുമായിട്ട് അതിലൂടെ ആളുകൾ പോയപ്പോൾ ആളുകൾ അയാളെ പറ്റി ചീത്ത പറയാൻ തുടങ്ങി, അത് ചീത്തയായ കാര്യങ്ങൾ. ഉമർ പറഞ്ഞു അതും ഉറപ്പിച്ചിരിക്കുന്നു, അവന് നരകമാകുന്നു. ഞാൻ ഉമറിനോട് ചോദിച്ചു, അല്ലയോ വിശ്വാസികളുടെ നേതാവേ അമീറുൽ മുഅ്മിനീൻ, എന്താണ് ഉറപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത് അതാണ് പറഞ്ഞത്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു 4 മുസ്ലിങ്ങൾ നല്ലത് പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ലതിന് സാക്ഷിയായ ആളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. വെറും 4 മുസ്ലിങ്ങളെ കൊണ്ട് നമുക്ക് സ്വർഗം കിടക്കാം, 4 പേരെയും കൊണ്ട് നല്ലത് പറയിപ്പിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അവിടെ 3 സാക്ഷി ഉള്ളുവെങ്കിലോ റസൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 3 ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ 2 പേരേ ഉള്ളെങ്കിലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 ആണെങ്കിലും. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു സാക്ഷിയെപ്പറ്റി അദ്ദേഹത്തിനോട് ചോദിച്ചില്ല. കാരണം റസൂലിനോട് തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത് ശരിയായ രീതിയല്ല, അത് യഹൂദന്മാരൊരു സ്വഭാവമായിരുന്നു. അപ്പോൾ അത് കാരണം ഓവറായിട്ട് റസൂലിനെ ഒരിക്കലും ചോദ്യം ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ 2, 3, 4 സാക്ഷികൾ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിൽ കിടക്കാം. ഹദ്ദസന അബ്ദുല്ലാഹ് ഇബ്നു ബുറൈദ അൻ അബിൽ അസ്വദി ഖാല അതൈതുൽ മദീനത വഖദ് വഖഅ ബിഹാ മറദുൻ വഹും യമൂതൂന മൗതൻ ദരിയാൻ ഫജലസ്തു ഇലാ ഉമർ റളിയല്ലാഹു അൻഹു ഫമറത ജനാസത്തുൻ ഫഉസ്നിയ ഖൈറൻ ഫഖാല ഉമർ വജബത് ثم مر بأخرى فأثني خيرا فقال وجبت ثم مر بالثالث فأثني شرا فقال وجبت فقلت ما وجبت يا أمير المؤمنين؟ قال قلت كما قال النبي صلى الله عليه وسلم أيما مسلم شهد له 4 بخير أدخله الله الجنة قلنا و3 قال و3 قلنا و2 قال و2 ثم لم نسأله عن الواحد. വംശപരമ്പരയെ പറ്റി അല്ലെങ്കിൽ വാപ്പാരാണ് ഉമ്മാരാണ് എന്നുള്ള കാര്യങ്ങളിലോ അതല്ലെങ്കിൽ മുലകുടി ബന്ധത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് നേരത്തെ മരിച്ചുപോയി, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകൾക്കോ ഒക്കെ സാക്ഷ്യം പറയുന്നതിൻ്റെ വിധി. അശ്ശഹാദത്തി അലൽ ഇൻസാനി വറദായി വൽ മുഖ്തഫീദി വൽ മൗത്തിൽ ഖദീമി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അബൂ സലമയും സുവൈബയിൽ നിന്ന് മുല കുടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങളിൽ സാക്ഷിയെ പറ്റി ഉറപ്പ് ആക്കുന്നതിൻ്റെ ആവശ്യകത. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർദാത്നി വ അബാ സലമത സുവൈബത്തു വതസബ്ബുതി ഫീഹി. അപ്പോൾ അവർ മുലകുടി ബന്ധത്തിൽ സഹോദരന്മാരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അഫ്ലാഹ് എന്നെ കാണാൻ അനുവാദം ചോദിച്ചു, ഞാൻ പക്ഷേ അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, താങ്കൾ മറ ഇടുകയാണോ എൻ്റെ മുന്നിൽ? ഞാൻ നിങ്ങളുടെ അമ്മാവനാണ്. എന്നിട്ടും ആയിഷ പറഞ്ഞു, അതെങ്ങനെയാണ്? അഫ്ല മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ്റെ ഭാര്യ മുലയൂട്ടിയിട്ടുണ്ട്, എൻ്റെ അനിയൻ്റെ അധികാരത്തിലുള്ള അല്ലെങ്കിൽ ഉടമസ്ഥയിലുള്ള മുലപ്പാൽ കുടിച്ചു എന്നുള്ളതുകൊണ്ട്. ഞാനപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെപ്പറ്റി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അഫ്ലാഹ് പറയുന്നത് ശരിയാണ്, അവന് നിന്നെ വന്ന് കാണാൻ അനുവദിക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഇസ്തഅദന അലയ്യ അഫ്ലഹു ഫലം ആദൻ ലഹു ഫഖാല അതഹ്തജീന മിന്നി വഅന അമ്മുകി ഫഖുൽതു വകൈഫ ദാലിക ഖാല അർദാതുകി امرأته أخي بلبن أخي فقالت سألت عن ذلك رسول الله صلى الله عليه وسلم فقال صدق أفلح إذني له. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസയുടെ മകളെ പറ്റി പറഞ്ഞതായിട്ട്, അവരെ കല്യാണം കഴിക്കാൻ എനിക്ക് അനുവാദം ഇല്ല. കാരണം മുലകുടി ബന്ധം രക്തബന്ധത്തെ പോലെ തന്നെയാണ് ഇസ്ലാമിൽ കണക്കാക്കുന്നത്. അത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. മറ്റു കാര്യങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല. സമ്പത്ത്, സ്വത്ത്, പാരമ്പര്യ സ്വത്ത് വീതം വയ്ക്കൽ, അതിലൊന്നും ഇത് ഉണ്ടാവില്ല. കല്യാണത്തിൻ്റെ കാര്യത്തിൽ മാത്രം എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ എൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ്റെ മകളാകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബിൻതി
ഹംസത ലാ തഹില്ലു ലി യഹ്റുമു മിനർ റദാഅത്തി മാ യഹ്റുമു മിനൻ നസബി ഹിയ ഇബ്നത്തു അഖി മിനർ റദാഅത്തി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ആയിരുന്നപ്പോൾ ഞാൻ കേട്ടു ഒരു മനുഷ്യൻ ഹഫ്സയോട് വീട്ടിൽ കയറാൻ അനുവാദം ചോദിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ പറഞ്ഞു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് തോന്നുന്നത് ആ മനുഷ്യൻ മുലകുടി ബന്ധത്തിലുള്ള അമ്മാവനാണ് എന്നാണ്. ആയിഷ കൂട്ടിച്ചേർത്തു, അല്ലാഹുവിൻ്റെ റസൂലേ, അവിടെ ഒരു മനുഷ്യനുണ്ട്, അയാൾ നിങ്ങളുടെ വീട്ടിൽ കയറാൻ അനുവാദം ചോദിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ആ മനുഷ്യൻ ഹഫ്സയുടെ മുലകുടി ബന്ധത്തിലുള്ള അമ്മാവനാണ് എന്നാണ്. അമ്മാവൻ എന്ന് ഇംഗ്ലീഷിൽ പൊതുവെ പറയുമ്പോൾ മൂത്താപ്പ, എളാപ്പ, മാമ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ആയിഷ പറഞ്ഞു, ഇന്ന ആൾ ജീവിച്ചിരുന്നുവെങ്കിൽ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു മുലകുടി ബന്ധത്തിലുള്ള അമ്മാവനാണ്, അപ്പോൾ അവരെ എൻ്റെ അടുത്ത് വന്ന് കാണാൻ അനുവദിക്കുമായിരുന്നോ താങ്കൾ എന്ന് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉവ്വ, ഞാൻ അനുവദിക്കും. കാരണം നിങ്ങൾ തമ്മിൽ മുലകുടി ബന്ധത്തിലുള്ള അമ്മാവൻ ബന്ധം ഉള്ളതുകൊണ്ട് മുലകുടി ബന്ധത്തെ രക്തബന്ധം പോലെയാണ് കല്യാണത്തിൻ്റെ കാര്യത്തിൽ കണക്കാക്കുന്നത്. അതായത് രക്തബന്ധത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ മുലകുടി ബന്ധത്തിലും നിരോധിക്കണം. أن عائشة رضي الله عنها زوج النبي صلى الله عليه وسلم أخبرتها أن النبي صلى الله عليه وسلم كان عندها وإنها سمعت صوت رجل يستأذن في بيت حفصة. قالت عائشة رضي الله عنها فقلت يا رسول الله أراه فلانا لعم حفصة من الرضاعة. فقالت عائشة يا رسول الله هذا رجل يستأذن في بيتك. قالت فقال رسول الله صلى الله عليه وسلم أراه فلانا لعم حفصة من الرضاع. فقالت عائشة لو كان فلان حيا لعمها من الرضاعة دخل علي. فقال رسول الله صلى الله عليه وسلم نعم إن الرضاعة يحرم منها ما يحرم من الولادة. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വേറൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ആയിഷ, ആരാണ് ഇത്? ഞാൻ മറുപടി പറഞ്ഞു, ഇത് എൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാകുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലേ ആയിഷ, സൂക്ഷിക്കണം, മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ തീരുമാനിക്കുമ്പോൾ. കാരണം മുലകുടി ബന്ധം നിലവിൽ വരുന്നത് അത് മുലകുടി പ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ ഉള്ളൂ, അതായത് 2 വയസ്സിന് ഉള്ളിൽ. അതിനുശേഷം മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് മുലകുടി ബന്ധമായി കണക്കാക്കുകയില്ല. അൻ ആയിഷ റളിയല്ലാഹു അൻഹ قالت دخل علي النبي صلى الله عليه وسلم وعندي رجل فقال يا عائشة من هذا؟ قلت أخي من الرضاعة. قال يا عائشة انظرنا من إخوانكن فإنما الرضاعة من المجاعة. ഒരു സാക്ഷി മറ്റൊരാളെ തെറ്റായി വിവാഹേതര ലൈംഗിക ബന്ധം ആരോപിച്ചു. അപ്പോൾ അയാൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്ന് സാക്ഷിയായി നിൽക്കുകയാണ്. അതിൻ്റെ വിധി അതല്ലെങ്കിൽ ഒരു കള്ളൻ, അതല്ലെങ്കിൽ വ്യഭിചാരിയായ ഒരു മനുഷ്യൻ, ഇവരുടെയൊക്കെ സാക്ഷ്യം എങ്ങനെയാണ് എടുക്കേണ്ടത്? ഷഹാദത്തിൽ ഖാദിഫി വസാരിഖി വസാനി. അല്ലാഹു അസ്സ വജലിൻ്റെ വചനം അവരുടെ സാക്ഷ്യങ്ങൾ എന്നേക്കുമായി തള്ളിക്കളയുക. കാരണം അവർ ഫാസിഖൂൻ ആണ്. ഫിസ്ഖ്, അതായത് നുണ പറയുകയും അള്ളാഹുവിനെതിരായി നിൽക്കുകയും അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഫാസിഖൂൻ. ആരെങ്കിലും അവരിൽ നിന്ന് പശ്ചാത്തപിച്ചാൽ എന്നിട്ട് അവർ നന്മ ചെയ്താൽ ഒഴികെ. അപ്പോൾ തെറ്റുകാരാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൂക്കിൽ വരുന്നുണ്ട്. നുണ പറയുന്നത്, എല്ലാത്തിനെയും എതിരായി വെല്ലുവിളിച്ച് നടക്കുന്നവർ, അള്ളാഹുവിനനുസരിക്കാത്തവർ, അല്ലെങ്കിൽ വ്യഭിചാരി, അല്ലെങ്കിൽ കള്ളൻ, ഇവരൊക്കെ സാക്ഷി പറഞ്ഞാൽ തള്ളിക്കളയുക. പക്ഷെ അവർ പിന്നീട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്. 24-ാമത്തെ സൂറത്ത് 4-5 ആയത്തുകൾ. വഖൗലില്ലാഹി അസ്സ വജല്ല വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅതു ബിഅർബഅതി ശുഹദാ ഫഅജ്ലിദൂഹും 80 ജൽദതൻ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ വഉലൈക ഹുമുൽ ഫാസിഖൂൻ إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم.
അന്നൂറ് 4-5. അള്ളാഹു അലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.